എന്തിനാ സോമൻ ചേട്ടൻ ഇങ്ങനെ ജീവിക്കുന്നത് നമ്മള്? എത്ര വർഷമായി നമ്മളിങ്ങനെ സ്നേഹിച്ച് കിടക്കുന്നു. ഏട്ടൻ്റെ വീട്ടുകാരും സമ്മതിക്കത്തില്ല, എൻ്റെ വീട്ടുകാരും സമ്മതിക്കത്തില്ല. ഇനിയിപ്പോൾ ഏട്ടൻ പറഞ്ഞ മാർഗം തന്നെ നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് വരെ വീട്ടിൽ പറയിച്ചു നോക്കി, ആരും സമ്മതിക്കുന്നില്ല. അച്ഛനും അമ്മയും അടുക്കുന്നേ ഇല്ല. സോമൻ ചേട്ടൻ്റെ പേര് കേൾക്കുമ്പോഴേ അച്ഛൻ അവിടെ കിടന്ന് തുള്ളും. എന്ത് ചെയ്യാനാ, നമ്മുടെ വിധിയെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, ഇങ്ങനെ നമ്മൾ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. നീ പറഞ്ഞ കണക്ക് സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇരിക്കട്ടെ. അല്ല, കൂടിയ സാധനമാണ്. ഞാനിത് 1 2 3 എന്ന് പറയും. ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ല, പിന്നെ എന്ത് ചെയ്യും? ഞാൻ 1 2 3 എന്ന് പറയുമ്പോ ഒരുമിച്ച് നമുക്ക് നമ്മളെ വേണ്ടാത്ത ലോകത്തിന് നമുക്കും വേണം സോമൻ ചേട്ടാ. സോമൻ ചേട്ടൻ എണ്ണു, നമുക്ക് ഒരുമിച്ച് കുടിക്കാം. സോമൻ ചേട്ടൻ എണ്ണു. ഞാൻ എണ്ണ 1 2 3. കുടിച്ചോ? എന്താന്നറിയാമല്ല, വായിക്ക് നല്ല രുചിയില്ല, പോലെ എനിക്കറിയാമല്ലേ. അയ്യോ